വണ്ടൂറങ്ങാടിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് എം.എൽ.എ. ഫണ്ട് വിനിയോഗിച്ച് നടക്കുന്ന പ്രവൃത്തിയിൽ അശാസ്ത്രീയതയും അഴിമതിയും ആരോപിച്ച് മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU രംഗത്ത്. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ അറിയാതെ അക്രഡിറ്റഡ് ഏജൻസി വഴി നടത്തുന്ന പ്രവൃത്തിയിൽ തീവെട്ടിക്കൊള്ളയ്ക്കുള്ള അവസരമാണ് എം.എൽ.എ. ഒരുക്കിയിരിക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു. നിലവിൽ ടാക്സി സ്റ്റാൻഡായി ഉപയോഗിച്ചു വരുന്ന പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പഴയ ബസ് സ്റ്റാൻഡ് സ്ഥലത്താണ് എം.എൽ.എ. ഫണ്ട് 40 ലക്ഷം വകയിരുത്തിയുള്ള നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുള്ളത്. JCB ഉപയോഗിച്ച് നിരപ്പാക്കുന്ന പ്രവൃത്തികളാണ് നടക്കുന്നത്. ഇതോടെ ഇവിടെ ടാക്സി സ്റ്റാൻഡായി ഉപയോഗിച്ചു വരുന്ന ഡ്രൈവർമാർ ദുരിതത്തിലായിരിക്കുകയാണ്. പ്രവൃത്തി പൂർത്തിയായാൽ പഴയപടി തങ്ങളുടെ വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം. ഏകദേശം 40ഓളം വാഹനങ്ങളാണ് ഇവിടെ പാർക്ക് ചെയ്തിരുന്നത്. എന്നാൽ 4 അടിയോളം ഉയരത്തിലാണ് ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത് എന്നറിഞ്ഞതോടെ ടാക്സി ഡ്രൈവർമാർ ആശങ്കയിലായിരിക്കുകയാണ്. ഇതോടെയാണ് മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU ഭാരവാഹികൾ രംഗത്തെത്തിയത്. ഇവരുടെ നേതൃത്വത്തിൽ പ്രവൃത്തികൾ നടക്കുന്ന സ്ഥലം സന്ദർശിച്ചു. ഉയരത്തിന്റെ കാര്യത്തിലടക്കം മാറ്റങ്ങൾ വരുത്തണമെന്ന് കോൺട്രാക്ടറോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. തുടർന്ന് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകി. നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞ ശേഷം ടാക്സി സ്റ്റാൻഡായി ഉപയോഗിക്കാൻ അനുവാദം തരണമെന്നാവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത്. എന്നാൽ MLA നിർമ്മാണത്തിന്റെ മറവിൽ തീവെട്ടിക്കൊള്ള നടത്തുകയാണെന്ന് M. മോഹൻദാസ് ആരോപിച്ചു. അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. വണ്ടൂരിൽ കഴിഞ്ഞ 4.5 പതിറ്റാണ്ട് കാലമായി പഴയ ടാക്സി സ്റ്റാൻഡായി ഉപയോഗിച്ചു വന്നിരുന്ന സ്ഥലത്ത് MLA ഫണ്ട് 40 ലക്ഷം നീക്കിവെച്ചു എന്നാണ് അറിവ്. അവിടെ ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിന് വേണ്ടി, ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിന് വേണ്ടി പണികൾ തകൃതിയായി നടന്നു വരികയാണ്. ഒരു അക്രഡിറ്റ് ഏജൻസിയെ അത് ഏൽപ്പിക്കപ്പെട്ടു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. 40 ലക്ഷം എന്നുള്ളത് ഇവിടുത്തെ ഏതോ സോഷ്യൽ മീഡിയകളിലൂടെ വന്ന വിവരം മാത്രമേ ഉള്ളൂ. പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിലുള്ള ആ പ്രസ്തുത സ്ഥലത്ത് എന്ത് നിർമ്മാണമാണ് നടക്കുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർക്കറിയില്ല. MLA ഫണ്ടിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഉദ്യോഗസ്ഥന്മാർ നിലവിൽ ബ്ലോക്കാണ്. അക്രഡിറ്റ് ഏജൻസിക്ക് ഏൽപ്പിച്ചു എന്ന പേരിൽ അവർക്കും ഒരു മറുപടി അറിയാൻ കഴിയുന്നില്ല. ഒരു ദിവസം JCB ഉപയോഗിച്ച് ചില കരാറുകാർ അവിടെ പ്രവൃത്തി നടത്തുമ്പോഴാണ് നിലവിലെ 45ഓളം വരുന്ന ടാക്സി ഡ്രൈവർമാർ അവിടെ നിന്ന് തെരുവിലിറങ്ങുന്ന സ്ഥിതിയിലേക്ക് വന്നിട്ടുള്ളത്. കരാറുകാർ പറയുന്നതനുസരിച്ച് അവരുടെ പ്രവൃത്തി കഴിഞ്ഞാൽ അവർക്ക് അവിടെ പുനഃസ്ഥാപിക്കപ്പെടും എന്നാണ്. പക്ഷേ അതിൻ്റെ നിർമ്മാണം കണ്ടിട്ട് തികച്ചും അശാസ്ത്രീയമായ രീതിയിൽ വണ്ടൂരങ്ങാടിയിൽ ആകെ ജലപ്രളയം ഉണ്ടാകുന്ന തരത്തിൽ തികച്ചും അശാസ്ത്രീയമായി അവിടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന വിവരം കിട്ടിയപ്പോഴാണ് ഇവിടെയുള്ള ട്രേഡ് യൂണിയൻ നേതാക്കളും ടാക്സി ജീവനക്കാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒത്തുചേർന്ന് എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്നറിയുന്നതിന് വേണ്ടി ഒത്തുചേർന്ന് ഇന്ന് പഞ്ചായത്തിൽ വന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടത്ര അറിവുകളില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് എന്തെല്ലാം പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്, എത്ര കാലത്തേക്കാണ് പഞ്ചായത്ത് ഇവർക്ക് അത് കൈമാറിയിട്ടുള്ളത്, അത് പഞ്ചായത്തിലേക്ക് തിരിച്ചേൽപ്പിക്കുന്നുണ്ടോ, അവിടെയുള്ള ടാക്സിക്കാർക്ക് അവരുടെ പുനരധിവാസത്തിന് മാർഗമുണ്ടോ, എന്താണ് യഥാർത്ഥത്തിൽ ആ പ്രൊജക്റ്റ് തുടങ്ങിയവയെല്ലാം ദുരൂഹതയാണ്. ഇത് ഒരു തീവെട്ടിക്കൊള്ളയ്ക്കുള്ള അവസരം MLA ഒരുക്കിയിരിക്കുകയാണ്. അക്രഡിറ്റ് ഏജൻസിയുടെ പേരിൽ അവിടെ വലിയ ഒരു കൊള്ള നടക്കാൻ പോകുന്നു എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിന് മറുപടി പറയേണ്ടത് MLA ആണ്, ബന്ധപ്പെട്ടവരാണ്. നിലവിൽ നടക്കുന്ന പ്രവൃത്തികൾ അശാസ്ത്രീയമാണെന്നും ഇത് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ലെന്നും MLA കമ്മീഷൻ പറ്റിയെന്നും അഡ്വക്കേറ്റ് അനിൽ നിലവിൽ ആരോപിച്ചു. വണ്ടൂർ ടൗണിലെ ടാക്സി സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കുന്ന പ്രൈവറ്റ് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഏക സൗകര്യമുള്ള സ്ഥലം അതിൻ്റെ ഉടമയായിട്ടുള്ള വണ്ടൂർ ഗ്രാമപഞ്ചായത്തോ പ്രാദേശിക ഭരണകൂടമായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തോ അറിയാണ്ട് MLA 40 ലക്ഷം രൂപ മുടക്കി അക്രഡിറ്റഡ് ഏജൻസിയെ ഏൽപ്പിച്ച് കമ്മീഷൻ പറ്റി അത് ഓഡിറ്റോറിയം എന്ന പേരിൽ ഏകദേശം റോഡിൽ നിന്ന് 3.5-4 അടി ഉയരത്തിൽ മനുഷ്യയോഗ്യമല്ലാത്ത പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത രൂപത്തിൽ അശാസ്ത്രീയമായി ടാക്സി സ്റ്റാൻഡ് പോലും ഒഴിവാക്കിക്കൊണ്ടാണ് പ്രവൃത്തി നടക്കുന്നത് എന്നുള്ള പൊതുജനങ്ങളുടെ പരാതി ഞങ്ങൾ അത്തരം പോയി പരിശോധിച്ചു. ഇപ്പോൾ എസ്റ്റിമേറ്റ് പ്രകാരമുള്ള വർക്ക് നടക്കുകയാണെങ്കിൽ അത് അശാസ്ത്രീയമാണ്. അത് ടാക്സിക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന, പൊതുപരിപാടിക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന
വണ്ടൂർ ടൗണിൽ വരുന്ന ആളുകൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയാവുന്ന, പൊതുപരിപാടികൾക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന രൂപത്തിലേക്ക് അത് ഉപയോഗപ്പെടുത്തണം. അതിനെക്കുറിച്ച് നിലവിൽ പഞ്ചായത്തോ അതല്ലെങ്കിൽ ബ്ലോക്കോ അവർക്ക് ആ പരിപാടിയെക്കുറിച്ച്, പദ്ധതിയെക്കുറിച്ച് ഒരു അറിവുമില്ല. വാണിയമ്പലത്തെ ടൗൺ സ്ക്വയർ പോലെ വണ്ടൂർ അങ്ങാടിയിൽ കൂടി കോടികൾ ചെലവഴിച്ചുകൊണ്ട് ഉപയോഗശൂന്യമായ ഒരു പദ്ധതി നടപ്പിലാക്കരുത് എന്നും അത് അവിടുത്തെ ടാക്സി ഡ്രൈവർമാരെ കൂടി വിശ്വാസത്തിലെടുത്ത് പൊതുജന സമക്ഷം ഉപകാരപ്പെടുന്ന. എന്തായാലും നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട പരാതികളും വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ. 15 വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ്, സാനിറ്ററി വെയർ, ചെട്ടിയറമ്മൽ, വണ്ടൂർ. 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.